വലിയ ഒരു പ്രസംഗത്തിനല്ല. വിശുദ്ധ ബൈബിൾ എല്ലാവരും തുറന്നാട്ടെ. ജോൺ ദ ഗോസ്പൽ ചാപ്റ്റർ 4 വേഴ്സ് 35. വാക്യം. ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്തു വരുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ലയോ? നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങളിപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണും. ഞാൻ നിങ്ങളോട് പറയുന്നു. വിശദീകരിച്ച ഒരു പ്രസംഗത്തിനല്ല ഞാൻ മുതിരുന്നത്. വളരെ ലളിതമായ ഒരു ചിന്ത പരിശുദ്ധാത്മാവ് ഇന്ന് പറയാൻ എന്നെ ഭരമേൽപ്പിച്ച സന്ദേശം വളരെ ഉത്തരവാദിത്വത്തോടെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ പശ്ചാത്തലം അറിയാത്ത ആരും ഇവിടെ ഇല്ല. ശമര്യ എന്ന് പറയുന്ന പട്ടണം ഒരു വിജാതീയ പട്ടണം. ആ പട്ടണത്തിലൂടെ യേശു കടന്നു പോകേണ്ടി വന്നു എന്നാണ് 4:1 രേഖപ്പെടുത്തിയിരിക്കുന്നത്. കടന്നു പോകേണ്ടി വന്നു. ചിലതൊക്കെ അവിചാരിതമെന്നും അപ്രതീക്ഷിതമെന്നും ഒക്കെ നമുക്ക് തോന്നുമെങ്കിലും അതിൻ്റെ അകത്ത് അത്യുന്നതനായ ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. ഞാൻ ഒന്നുകൂടെ നിങ്ങളോട് പറയാം. ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവിചാരിതമെന്ന്, നമ്മൾ വിചാരിക്കും അപ്രതീക്ഷിതമെന്ന്, നമ്മൾ പല കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കും. പക്ഷേ അതിൻ്റെ എല്ലാം പിൻപിൽ എനിക്കും നിനക്കും അറിയാത്ത ചില ദൈവ പദ്ധതികളുണ്ടെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ കരം ഉയർത്തി ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഒരു ജനത മുഴുവൻ പാപത്തിലൂടെ നരകത്തിലേക്ക് പോകുമ്പോൾ നരകത്തിയിൽ നിന്ന് പട്ടണത്തെ വിടുവിക്കപ്പെടേണ്ടതിന് ദൈവ പദ്ധതിയുടെ ആരംഭമായി അത്യുന്നതൻ തൻ്റെ പുത്രനെ ഈ പട്ടണത്തിലേക്ക് അയക്കുകയായിരുന്നു. ഇന്ന് പകലിൽ ചിലതും നിനക്കറിയാൻ കഴിയുകയില്ലെങ്കിലും ദൈവത്തിൻ്റെ നിത്യ പദ്ധതിയുടെ വെളിപ്പാടാണ് അതിൻ്റെ അകത്തു നിന്ന് പുറത്തു വരുന്നതെന്ന് ബോധ്യമുള്ളവരൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. യേശു ചെന്നു ഒരു സ്ത്രീയോട് സുവിശേഷം പറയുകയാണ്. ആ പശ്ചാത്തലം ഒന്നും ഞാൻ വിവരിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ ശിഷ്യന്മാരെ എന്തോ ചെയ്തെന്നറിയാമോ? ഭക്ഷണം വാങ്ങാനായിട്ട് പോയി. യേശു ആ സ്ത്രീയെ ദൈവകൃപയിലേക്ക് കൊണ്ടുവന്നു. ശിഷ്യന്മാരും മടങ്ങി വന്നു. ശിഷ്യന്മാരോട് യേശു പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മളിവിടെ വായിക്കുന്നത്. യേശു എന്താ പറയുന്നതെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇനി 4 മാസം ബൈബിൾ തുറന്ന് നോക്കൂ, എന്നിട്ട് പറയൂ. ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്തു വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങൾ സാഹചര്യങ്ങളെ നോക്കിയാണ് കമൻറ്റുകൾ പറയുന്നത്. നിങ്ങൾ പാരമ്പര്യങ്ങളെ നോക്കിയാണ് കമൻറ്റുകൾ പറയുന്നത്. നിങ്ങൾ കണ്ടെത്തിയ സീസണെ നോക്കിയാണ് നിങ്ങൾ കമൻറ്റ് പറയുന്നത്. എന്നാൽ ഇന്ന് പകലിൽ പാരമ്പര്യങ്ങൾ നോക്കാതെ, സാഹചര്യങ്ങൾ നോക്കാതെ, സീസൺ നോക്കാതെ, ദൈവാത്മാവിൻ്റെ നിറവോടെ തല ഉയർത്തി നോക്കാൻ തയ്യാറായാൽ നിങ്ങൾക്കൊരു പുതിയ കാഴ്ചപ്പാട് ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിക്കാൻ കഴിയും. ഇപ്പോൾ നിലങ്ങൾ കൊയ്ത്തിനായി വെളുത്തിരിക്കുന്നത് നിങ്ങൾ കാണും. ഇന്ന് പകൽ വചനം എത്ര ദൈവമക്കൾക്ക് മനസ്സിലാകുന്നു? നമ്മുടെ മനോഭാവങ്ങളിൽ ഒരു മാറ്റം വരുത്തണം. നമ്മുടെ മനോഭാവങ്ങളിൽ ഉറക്കെ പറ മനോഭാവങ്ങളിൽ മാറ്റം വരുത്തണം. നമ്മൾ ഈ സാഹചര്യങ്ങളെയൊക്കെ വിലയിരുത്തിയിട്ടാണ് കമൻറ്റുകൾ പറയുന്നത്. ഒരിക്കലും ശരിയാകത്തില്ല, നന്നാകത്തില്ല. ഇവിടെ നിന്ന് ഈ യേശു തന്നെ ബൈബിളിൽ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നസറേത്തിൽ നിന്ന് എല്ലാവരും കൂടി തള്ളിക്കളഞ്ഞു നസറേത്തിനെ. ഇനി അവിടെ നിന്നൊരു ചിലർ പറയുന്ന ഇന്ത്യയിൽ നന്മയില്ലെന്നാ,
ചിലർ പറയുന്ന കേരളത്തിൽ നന്മയില്ലെന്നാ, ചിലർ പറയുന്നത് ചെന്നൈയിൽ ഒന്നും നടക്കുകയില്ലെന്ന. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ തള്ളിക്കളഞ്ഞ പട്ടണത്തെ ലോകത്തിൻ്റെ രക്ഷകനെ ജനിപ്പിക്കാനുള്ള ദൈവത്തിൻ്റെ ശ്രേഷ്ഠ പട്ടണമായി ദൈവം തെരഞ്ഞെടുക്കും എന്നുള്ളത് നിങ്ങൾ അറിയണം. നിങ്ങൾ തള്ളിയതാണ്, നിങ്ങൾ ഉപേക്ഷിച്ചതാണ്, ഇനിയൊരു നന്മയും ഈ പട്ടണത്തിലില്ലെന്ന് നിങ്ങൾ പറഞ്ഞതാണ്. ആ പട്ടണത്തിലേക്കാണ് പറ ദൈവമക്കളെ, ദൈവം തൻ്റെ പുത്രനെ അയച്ചിരിക്കുന്നത്. ദൂതന്മാർ വന്നിട്ട് പറയുകയാണ്, ഇന്ന് നസ്രേത്ത് എന്ന ദാവീദിന്റെ പട്ടണത്തിൽ യേശു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. തള്ളിയതിനെ, തള്ളിക്കളഞ്ഞതിനെ സാഹചര്യങ്ങൾ കൊണ്ടും ഹല്ലേലൂയ പാരമ്പര്യങ്ങൾ കൊണ്ടും പഴമകൾ കൊണ്ടും പറഞ്ഞ അഭിപ്രായത്തെ ദൈവം തമ്പുരാൻ മാറ്റിയെങ്കിൽ, വെറുതെ ആവശ്യമില്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഒന്നും പറയല്ലേ. ആവശ്യമില്ലാത്ത സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ മിണ്ടുകയല്ലെന്ന് എനിക്കറിയാം. ആവശ്യമില്ലാത്ത സ്റ്റേറ്റ്മെന്റ് നന്മയുണ്ടാകത്തില്ലെന്ന് പറയല്ലേ. നിങ്ങൾ തള്ളിയടത്തു നിന്നാണ് നന്മ വരാൻ പോകുന്നത്. എല്ലാവരും ഉപേക്ഷിച്ചെടുത്തു നിന്നാണ് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നത്. ഇപ്പോഴൊന്നും നടക്കത്തില്ലെന്ന് നിങ്ങൾ പറയരുത്. കൊയ്ത്ത് സാധ്യമല്ലെന്ന് നിങ്ങൾ പറയരുത്. കൊയ്ത്ത് സാധ്യമല്ലെന്ന് നിങ്ങൾ പറയരുത്. ജാതീയ പട്ടണമാണ് ഈ പട്ടണമെങ്കിലും, അന്യ ദൈവങ്ങളും വിഗ്രഹങ്ങളും നിറഞ്ഞിരിക്കുന്ന ഒരു പട്ടണമാണ് ഈ പട്ടണമെങ്കിലും, ജീവനുള്ള ദൈവത്തെ അറിയാത്ത ഒരു പട്ടണമാണ് ഈ പട്ടണമെങ്കിലും, ആത്മീക കണ്ണ് പ്രകാശിച്ച ഒരു ദൈവദാസന്, ഒരു ദൈവ പൈതലിന് കണ്ണുയർത്തി നോക്കിയോ ദൈവപ്രവൃത്തിയുടെ വിളവെടുപ്പ്, ദൈവപ്രവൃത്തിയുടെ കൊയ്ത്ത്. ദൈവാത്മാവ് ചിലരോടൊക്കെ ഇടപെടുകയാണ്. നിന്നെ നോക്കി, നിന്റെ സാഹചര്യങ്ങളെ നോക്കി എഴുതിയ വിധിയുടെ പകർപ്പുകളെ ഇന്ന് പകലിൽ ദൈവാത്മാവ് മാറ്റി എഴുതുന്നു. ദൈവത്തിൻ്റെ പദ്ധതി ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, തള്ളിക്കളഞ്ഞതിനെ ദൈവം അറിയാവുന്നവർ പറ, ദൈവം എന്തോ ആക്കി? നിങ്ങൾ തള്ളിയതിനെ ദൈവം ശ്രേഷ്ഠവും മാന്യവുമായ നിങ്ങൾ തള്ളിയത് കൊണ്ട് ചരിത്രം മാറുകയില്ല. ചരിത്രം നിർണയിക്കുന്നത് ദൈവമാ, നിങ്ങളല്ല. ചരിത്രം നിർണയിക്കുന്നത് ചക്രവർത്തിയല്ല, രാജാവല്ല, ജനമല്ല, കമന്റ് പറയുന്ന നിങ്ങളല്ല. ചരിത്രം നിർണയിക്കുന്നത് എൻ്റെ ദൈവമാ. നിന്നെ തള്ളിയതാണോ? നിന്നെ മൂലക്കല്ലാക്കും. നിന്നെ ഉപേക്ഷിച്ചതാണോ? നിന്നെ തേടി വരും. ദൈവം ചരിത്രത്തിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നവനാണ്. നിങ്ങൾ സാഹചര്യമൊക്കെ നോക്കിയിട്ടാ പറയുന്നത്, ഇനിയും കൊയ്ത്തിന് 4 മാസമുണ്ട്, ഇനിയുണ്ട്. യേശു കർത്താവ് പറയുന്നത്, നിങ്ങളൊന്ന് തല ഉയർത്തി, ഈ തല ഉയർത്തി നോക്കുക എന്ന് പറഞ്ഞാൽ മനോഭാവത്തിന് മാറ്റം വരിക എന്ന അർത്ഥം. നമ്മുടെ മനോഭാവത്തിന്, ഈ നമ്മൾ ജനിച്ചു വളർന്ന പശ്ചാത്തലത്തിൽ പഴമ കൊണ്ടും പരിചയം കൊണ്ടും അകത്ത് കയറിയ കുറേ കാര്യങ്ങളുണ്ട് ഇല്ലേ? നമ്മുടെ അകത്ത് കുറേ എല്ലാം ശൂന്യമായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. ഒന്നുമില്ലേ നമ്മുടെ കയ്യിൽ? കുറേ മലയാള ഭാഷ പറഞ്ഞ കുറേ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇവിടെ ദൈവം അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞാലും നമ്മുടെ കയ്യിലെ സാമാനമാണ് ആദ്യം നമ്മൾ. ഞാൻ ലളിത ഭാഷ ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രയാസം തോന്നരുത്. നമ്മുടെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ, എല്ലാ പാസ്റ്റർമാരും പറയുന്നു ദൈവം അത്ഭുതം, ഞങ്ങളെല്ലാ ദിവസവും കേൾക്കുന്നു അത്ഭുതം, ഞങ്ങളാണെങ്കിൽ ഇത്രയും കാലമായിട്ട് ഒരത്ഭുതവും. അതാ എൻ്റെ പ്രശ്നം. നമ്മുടെ മനസ്സിങ്ങനെ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കുറേ കാര്യങ്ങളെ. നമ്മുടെ മനസ്സ് ഫീഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കാൻ എന്ത് ചെയ്യുന്നില്ല? കഴിയുന്നില്ല.
നിങ്ങൾ എന്തോ ചെയ്യണമെന്നറിയാമോ? ഒന്ന് തല ഉയർത്തി ഫീഡ് ചെയ്തതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യണം. മനസ്സിലായോ മോനെ? ഫീഡ് ചെയ്തിട്ടിരിക്കുന്നതൊക്കെ നടക്കുകയില്ല, സാധിക്കുകയില്ല, പറ്റുകയില്ല, എന്നെക്കൊണ്ട് കഴിയുകയില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളില്ലേ? കുറേ കാര്യങ്ങളില്ലേ? ആ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ഇന്ന് ഡിലീറ്റ് ചെയ്യുക. ദൈവം എഴുതുന്നു, നിങ്ങളെക്കൊണ്ട് സാധിക്കും, നിങ്ങളെക്കൊണ്ട് പറ്റും, നിങ്ങളിൽ അത്ഭുതം വെളിപ്പെടും, നിങ്ങളെ ദൈവം ഉപയോഗിക്കും, തള്ളിക്കളഞ്ഞതിനെ ദൈവം മൂലക്കല്ലാക്കും, ഒരു നന്മയും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ ഇടത്ത് ലോകത്തിന്റെ രക്ഷകനെ ദൈവം. മനസ്സിലായോ കുഞ്ഞെ? മനസ്സിലായോ കുഞ്ഞെ? ഇന്ന് നീ വന്നേച്ച് വെറുതെ പോകല്ലേ. നിന്റെ സ്ഥിതി ദൈവം മാറ്റും, നിന്റെ അവസ്ഥ ദൈവം മാറ്റും. പഴി കേട്ടോ, ദൂഷി കേട്ടോ, നിന്ന കേട്ടോ, മനസ്സ് തകർന്ന് ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്നെങ്കിൽ പഴി ദൂഷി കേട്ട വാക്കുകളെല്ലാം മാറ്റിയിട്ട് ദൈവം പറയുന്നു, തള്ളിയതിനെ മൂലക്കല്ലാക്കുവാൻ കഴിവുള്ളവനാണ് ഞാൻ, ചരിത്രം നിർണയിക്കുന്നത് ഞാനാണ്, ഞാൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് ദൈവം പറയുന്നു. ഇന്ന് പകൽ ആ ദൈവാത്ഭുതം വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുക. നമ്മുടെ മനോഭാവത്തിന് മാറ്റം വരണം. മനോഭാവത്തിന് മാറ്റം വരണം. അബ്രഹാം തല ഉയർത്തി നോക്കി. അപ്പം 3 പുരുഷന്മാർ വരുന്നത് കണ്ടു. ഈ തല ഉയർത്തി നോക്കിയതിൻ്റെ ഭാഗമാണ് അവൻ കൂടാരവാതിൽക്കൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് അവരെ നമസ്കരിച്ച് അവരെ വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുത്തി. ഈ പറയില്ലെന്ന് പറഞ്ഞാലും നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കുക. പിന്നെ നിങ്ങളൊന്ന് പറഞ്ഞേ. ആഹാരം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അബ്രഹാമിൻ്റെ ഒരു കഷ്ണം അപ്പമാണ്, ഒരു മുറി അപ്പം. അങ്ങനെ അബ്രഹാം അവരോട് പറഞ്ഞേ, ഒരു മുറി പറ. അബ്രഹാമിൻ്റെ ഒരു മുറി അപ്പത്തിന് 3 ഇടങ്ങഴി മാവ. അതാണ് ഈ വാക്കും പ്രവൃത്തിയും. മനസ്സിലായോ? ഒരു മുറി അപ്പം, അബ്രഹാമിൻ്റെ ഒരു മുറി അപ്പത്തിന് നമ്മൾ സദ്യ ഒരുക്കൂല്ലേ? പക്ഷെ അത്ര വിശാല മനസ്സാണ് ആരുടേത്? എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുക, അറിയാതെ ദൈവദൂതന്മാരെ അത്ഭുതം നടക്കണമെങ്കിലും മനോഭാവത്തിന്. ഞാൻ എൻ്റെ കൂടാരത്തിന് വാതിൽക്കലായിരിക്കുന്നത്, വേണ്ടിയവർ ഇങ്ങോട്ട് വരട്ടെ, വേണമെങ്കിൽ എന്നെ നിങ്ങൾ സ്വത്രം പറയുകയെന്നൊക്കെ എനിക്കറിയാം, നമസ്കരിക്കട്ടെ, അപ്പം വേണമെങ്കിൽ ചോദിക്കട്ടെ, വെള്ളം വേണമെങ്കിൽ. ഇതൊന്നുമില്ല. വഴിയെ പോന്ന 3 പേരെ ചെന്നങ്ങ് നമസ്കരിച്ച് കയറ്റി അങ്ങ് ഇരുത്തി വെച്ചങ്ങ് ഉണ്ടാക്കി കൊടുത്ത് വിട്ടു. അതവൻ ഒരു അനുഗ്രഹമായി. കാഴ്ചപ്പാടൊന്ന് മാറണം, നമ്മുടെ കാഴ്ചപ്പാടൊന്ന് മാറണം, നമ്മുടെ സാഹചര്യങ്ങളൊന്ന് മാറണം. പിന്നെ എഴുതിയിരിക്കുകയാണ്, യാഗം കഴിക്കാൻ പോയി നിൽക്കുന്ന പർവ്വതത്തിൻ്റെ മുകളിൽ അവൻ എന്തോ ചെയ്തെന്നറിയാമോ? തല ഉയർത്തി നോക്കി. അപ്പം എന്തോ കണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്? കുറുങ്കാട്ടിൽ കുരുങ്ങിക്കിടക്കുന്ന ഒരാട്ടിൻകുട്ടിയെ കണ്ടു. ദൈവത്തിൻ്റെ കരുതൽ കണ്ടത് എപ്പോഴാണെന്നറിയാമോ? തല ഉയർത്തി നോക്കിയപ്പോഴാ. തല കുനിച്ച് ദൈവസന്നിധി വന്നിരിക്കരുത്, തല ഉയർത്തി ദൈവത്തിങ്കിലേക്ക് നോക്കണം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം. പറ, വചനം പറ, എവിടെ നിന്ന് വരും എൻ്റെ സഹായം? ആകാശത്തെയും അങ്ങോട്ട് നോക്കണം, അവിടെ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. വിറകുണ്ട്, തീയുണ്ട്, ഇല്ലാത്തതെന്താ? പറ. യാഗമൃഗം. അങ്ങനെയാണെങ്കിൽ നിനക്ക് വേണ്ട ദൈവ കരുതല് ഈ പർവ്വതത്തിന്റെ മുകളിൽ വെളിപ്പെടുത്താൻ. ഇനി വേദപുസ്തകത്തിൽ നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. യേശു കർത്താവ് ഒരു കുരുടനെ സൗഖ്യമാക്കി. ഞാൻ വിചാരിക്കുന്നത് അവൻ ജന്മനാ കുരുടനായിരുന്നില്ല. അവൻ സാഹചര്യങ്ങൾ കൊണ്ട് എന്തോ സംഭവിച്ച് അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച
ഞാൻ അങ്ങനെ പറഞ്ഞതിന് ഒരു കാരണമുണ്ട്. അവനെ ആദ്യം ദൈവം തമ്പുരാൻ തൊട്ടു. എന്നിട്ട് ദൈവം തമ്പുരാൻ ചോദിക്കുകയാണ്, നീ എന്ത് കാണുന്നു? അപ്പം അവൻ പറയുകയാണ് പറയല്ല അല്ലേ, ഞാൻ മനുഷ്യരെ, അങ്ങനെയല്ലല്ലോ പറഞ്ഞേ, മനുഷ്യരെ മരങ്ങൾ, ചിലർ മനുഷ്യരെ അങ്ങനെ കാണുന്നേ, കാണേണ്ടതുപോലെ. ഞാൻ എപ്പോഴും ദൈവമക്കളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശം പറയാം, മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണം. അപ്പം ഞാൻ അവിടെ നിന്ന് മനസ്സിലാക്കിയത്, ഇവൻ മനുഷ്യനെയും കണ്ടിട്ടുണ്ട്, മരവും കണ്ടിട്ടുണ്ട്. ഇവൻ്റെ കഴിഞ്ഞകാല കാഴ്ചകളിൽ ഇവൻ മനുഷ്യനെയും മരങ്ങളെയും കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാനിപ്പം മനുഷ്യനെ, അപ്പം ഇവൻ്റെ കാഴ്ചപ്പാട് ദൈവം തമ്പുരാൻ തൊട്ടിട്ട് പോലും എന്നെ പറയാൻ ഇത്ര മടി ശരിയായില്ല. ദൈവം തൊട്ടു, യേശു കർത്താവ് തൊട്ടു. ഇപ്പം അവൻ കാണുന്നത് എന്താണ്? മനുഷ്യനെ മരങ്ങളെ പോലെ, കാണേണ്ടതുപോലെ കണ്ടാലേ വെളിപ്പെടേണ്ട വിടുതൽ വെളിപ്പെടൂ എന്ന ദൈവ പൈതൽ അറിയണം. യേശു കർത്താവ് അവനെ രണ്ടാമതും തൊട്ടു. നിങ്ങൾ ബാക്കിയൊക്കെ വായിച്ചാൽ മതി. ഇപ്പൊ അവൻ യഥാർത്ഥമായി എന്ത് ചെയ്യാൻ തുടങ്ങി? കാണാൻ തുടങ്ങി. നമ്മുടെ കാഴ്ചപ്പാട് ശരിയല്ലെങ്കിൽ കാഴ്ചപ്പാട് ശരിയാക്കുന്നവൻ ഇന്നു പകലിൽ ഇവിടെ വന്നിട്ടുണ്ട്. പരിമിതികൾ മാത്രം കാണുന്ന, കുറവുകൾ മാത്രം കാണുന്ന, പരാജയങ്ങൾ മാത്രം കാണുന്ന, ഇല്ലായ്മകൾ മാത്രം കാണുന്ന, വല്ലായ്മകൾ മാത്രം പറയിപ്പിക്കുന്ന വല്ലാത്ത മനോഭാവത്തെ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്നു പകലിൽ ഞാൻ ശാസിച്ചകറ്റുകയും ദൈവിക കാഴ്ചപ്പാടിലേക്കും കരുതലിലേക്കും ദൈവമക്കൾ വരേണ്ടതിന് ഞാൻ ആഴമായി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ കാഴ്ചപ്പാടൊന്ന് മാറണം. കൊയ്ത്തിന് ഒരു സീസൺ ടൈമുണ്ട്. സീസൺ ടൈമുണ്ട്. മാവ് പൂക്കാൻ, പ്ലാവ് കായ്ക്കാൻ, കശുവണ്ടിയിൽ എല്ലാത്തിനും നമ്മുടെ മനസ്സ് വെച്ചിരിക്കുകയാണ് സീസൺ. അപ്പോൾ ഒടേ തമ്പുരാൻ വന്നു, അത്തിയെ നോക്കി, ഫലമൊന്നും കണ്ടില്ല. അവിടെ നമ്മുടെ പാർട്ടി എഴുതി വെച്ചു, അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലാഞ്ഞിട്ടും കർത്താവ് വന്ന് നോക്കിയേച്ച് അതിനെ ശപിച്ചെന്ന് പറഞ്ഞാൽ, ഓ ശരിയാണോ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ മനസ്സിലാവും കേട്ടോ. സീസൺ അല്ല, ഈ സീസണ് വേണ്ടി ചില ആളുകൾ നിൽക്കുകയാണ്. സീസൺ, ഓ ദൈവ പൈതലെ, നിനക്കൊരു സീസൺ ഇല്ല. നിനക്കെപ്പോഴും സീസണാണ്. എപ്പോഴും നിന്നെ ദൈവം അനുഗ്രഹിക്കും. ലോകത്തിലെ മഹാത്ഭുതങ്ങളിൽ ഒന്ന് ഞാൻ പറയാം. ദൈവം തിരഞ്ഞെടുത്തവൻ ആരാണ് എന്ന് ഞങ്ങൾക്കൊന്ന് കാണിച്ച് തരണം. മോശയോടെ യഹോവയായി ദൈവം പറഞ്ഞു, 12 പേരുടെയും വടിയെടുത്ത് സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്ക് കൊണ്ടുവന്ന് വെക്കേ. ഒരൊറ്റ രാത്രി കൊണ്ട് സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കലിരുന്ന് ഉണങ്ങിയ വടി, പ്രതീക്ഷയില്ലാത്ത വടി, ജീവൻ നഷ്ടപ്പെട്ട വടി, സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്ക് കൊണ്ടുവന്ന് വെച്ചു. രാവിലെ വന്നപ്പം വേരിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല കേട്ടോ, വേരിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷെ ഉണങ്ങിയ വടി, കാഴ്ചപ്പാട് മാറിയാൽ ഉണങ്ങിയത്. ഒരു വൃക്ഷമായിരുന്നാൽ അതിന് പ്രത്യാശയുണ്ട്. വെള്ളത്തിൻ്റെ ഗന്ധം, ഇതിൻ്റെ അകത്ത് ദൈവവചനത്തിൻ്റെ വെള്ളം, പരിശുദ്ധാത്മാവാകുന്ന വെള്ളം, അതിൻ്റെ വ്യാപാരമുണ്ട്. അത് തട്ടിയാൽ, ആ ഗന്ധം തട്ടിയാൽ, ലോകം തള്ളിക്കളഞ്ഞ ഒരു കൊമ്പാണ് നീയെങ്കിലും, ഒരു വടിയാണ് നീയെങ്കിലും, നിന്നെക്കുറിച്ച് ആർക്കും പ്രതീക്ഷയില്ലെങ്കിലും ദൈവം തമ്പുരാൻ അത് എന്ത് ചെയ്യാൻ പോവുകയാണെന്നറിയാമോ? തളിർത്തു.
തളിർത്തു. തീർന്നോ ചരിത്രം? ഒരു തളിർപ്പ് കൊണ്ട് ചരിത്രം തീർന്നോ? പൂത്തു. അടുത്തത് കായ്ച്ചു. കായ്ച്ചു. മനോഭാവത്തിന് മാറ്റം വന്നാൽ സ്ഥിതിക്ക് മാറ്റം വരും കേട്ടോ. ദൈവസന്നിധിയിലേക്കൊന്ന് കൊണ്ടുവന്ന് വെച്ചേ. ഒരിക്കലും തളിർക്കത്തില്ലെന്നും ഒരിക്കലും പൂക്കത്തില്ലെന്നും ഒരിക്കലും കായ്ക്കത്തില്ലെന്നും നിന്നെ നോക്കി പറഞ്ഞ് പ്രതീക്ഷകൾ മുഴുവൻ നഷ്ടപ്പെട്ട ഒരു കൊമ്പായി ഉണങ്ങിയതായി എല്ലാവരാലും അവഗണിക്കപ്പെട്ടതായി നീ പോകുന്നു എങ്കിൽ ഇന്ന് പകരം പരിശുദ്ധാത്മാവിന്റെ ആ വെള്ളത്തിന്റെ ഒരു ചലനം നിന്റെ മേൽ ഉണ്ടായാൽ ഇതത്ഭുതമാണ്. ഇതത്ഭുതമാണ്. തള്ളിക്കളഞ്ഞത് മൂലക്കല്ലാകുന്നു. ഉപേക്ഷിക്കപ്പെട്ട നസ്രത്തിൽ നന്മ വെളിപ്പെടുന്നു. സമയമായില്ല എന്ന് പറയുന്നിടത്ത് കർത്താവ് പറയുന്നു, നിങ്ങളുടെ മനോഭാവം മാറ്റിയാൽ നിങ്ങൾക്കിപ്പോൾ കൊയ്ത്ത്. നിങ്ങൾ ഒരു സീസൺ ടൈമിന് വേണ്ടി കാത്തിരിക്കരുത്. ദൈവമക്കളാരും സീസൺ ടൈമിന് വേണ്ടി കാത്തിരിക്കുന്നവരല്ല. എല്ലാവർക്കും നന്മയുണ്ടാകുമ്പോൾ നിനക്കും ഒരു നന്മയുണ്ടായാൽ എല്ലാവർക്കും ഉണ്ടായതുപോലെ നിനക്കും ഒരു നന്മ. എല്ലാവരും നന്മകളില്ലാതെ കഷ്ടപ്പെടുമ്പം നിനക്കൊരു നന്മയുണ്ടായാൽ എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഇതാണ് ദൈവപ്രവൃത്തി. സീസണബിൾ അല്ല. ഇന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും ദൈവത്തിൻ്റെ ആത്മാവിന് ഒരു ദൂത് പറയാനുണ്ട്. നീ സമയത്തിനു വേണ്ടി വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുകയല്ല. ഇത് ദൈവത്തിൻ്റെ സമയമാണ്. ഇപ്പോൾ ദൈവത്തിൻ്റെ സമയമാണ്. നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാനുള്ള ദൈവത്തിൻ്റെ സമയമാണ്. നിന്നിൽ അത്ഭുത പ്രവൃത്തി വെളിപ്പെടാനുള്ള ദൈവത്തിൻ്റെ സമയമാണ്. നിൻ്റെ ശരീരത്തിൽ ആ അത്ഭുതം വെളിപ്പെടുന്നു. നിൻ്റെ ജോലിയിൽ ആ അത്ഭുതം വെളിപ്പെടുന്നു. നിൻ്റെ വിദ്യാഭ്യാസത്തിൽ ആ അത്ഭുതം വെളിപ്പെടുന്നു. അതിനി 3 മാസം കഴിയണമെന്ന് പറഞ്ഞ് നീ വെയിറ്റ് ചെയ്യരുത്. ഇപ്പോൾ നിൻ്റെ സമയമാണ്. നീ എഴുന്നേൽക്ക്, നീ എഴുന്നേൽക്ക്. നിൻ്റെ സമയമാണ് ഇപ്പോൾ. ഇപ്പോൾ കൊയ്ത്ത് നടക്കാൻ പോകുകയാണ്. പ്രതീക്ഷ നഷ്ടപ്പെട്ട ഇടത്ത് ദൈവം തൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തിന് കരം ഉയർത്തി ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അതുകൊണ്ട് ദൈവമക്കളെ, ഞാൻ വളരെ സ്നേഹത്തോടെ, ആത്മാർത്ഥതയോടെ, പരമാർത്ഥ ഹൃദയത്തോടെ ഇന്ന് പകലിൽ വന്ന ആരോടൊക്കെയോ ദൈവാത്മാവ് സംസാരിക്കുകയാണ്. തള്ളപ്പെട്ടതാണോ? ഉപേക്ഷിക്കപ്പെട്ടതാണോ? കരുതലിൻ്റെ കരം കാണാതെ കരഞ്ഞ് കലങ്ങിയ കണ്ണുമായിട്ടാണോ നീ ഇന്നിവിടെ വന്നിരിക്കുന്നത്? ഇനി എനിക്കൊരു ഉയർത്തെഴുന്നേൽപ്പില്ലെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? നമുക്കൊന്ന് സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുപോയി ഈ വടിയൊന്ന് വെക്കാം. ദൈവം നിന്നെ തെരഞ്ഞെടുത്തതാണെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവൻ്റെ വടി തളിർക്കും. പറ, തളിർക്കും, പൂക്കും, കായ്ക്കും. സംഭവിക്കാൻ പാടില്ലാത്തതും സംഭവിക്കത്തില്ലെന്ന് സയൻസ് പറയുന്നതും വിശ്വസിക്കുന്നവർ പറ. സയൻസ് എന്തും പറയട്ടെ. ഇന്നലെ പാസ്റ്റേഴ്സ് മീറ്റിങ്ങിൽ ഒരു ദൈവദാസൻ വന്നിരുന്നു. എനിക്ക് പരിചിതനായ ദൈവദാസനാണ്. ആ ദൈവദാസൻ്റെ ജീവിതാനുഭവം പറഞ്ഞു. 14 വർഷം കുടുംബ ജീവിതം നയിച്ചിട്ട് മക്കളില്ലാതെ ഭാരപ്പെട്ട ഒരു കർത്തൃദാസൻ. ഭാര്യയുടെ ബ്ലഡ് ഗ്രൂപ്പ് A-, ഗർഭവതിയാണെന്നറിഞ്ഞപ്പം ബ്ലഡ് ഗ്രൂപ്പ് ടെസ്റ്റ് ചെയ്യണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. നേരത്തെ അറിയാം, അതുകൊണ്ട് ഇനി ടെസ്റ്റിൻ്റെ ആവശ്യമില്ലെന്ന് അവർ പറഞ്ഞു. പക്ഷെ ഡോക്ടർ നിർബന്ധമായും പറഞ്ഞു ബ്ലഡ് ഗ്രൂപ്പ് ടെസ്റ്റ് ചെയ്യണമെന്ന്. ഗർഭവതിയായ സ്ത്രീയുടെ ബ്ലഡ് ഗ്രൂപ്പ് ടെസ്റ്റ് ചെയ്തപ്പം A-. ദൈവാത്മാവ് കർത്തൃദാസനോട് പിന്നീട് സംസാരിച്ച ഒരു കാര്യമുണ്ട്. അസാധ്യമായ കാര്യത്തെ സാധ്യമാക്കുവാൻ നിൻ്റെ ഭാര്യയുടെ ബ്ലഡ് ഗ്രൂപ്പിനെ ചേഞ്ച് ചെയ്തത് സംഭവിക്കുമോ? ഇപ്പോൾ ഡോക്ടർമാരൊക്കെ ഇരിപ്പുണ്ട്, നേഴ്സുമാരൊക്കെ ഇരിപ്പുണ്ട്. സംഭവിക്കുമോ? സംഭവിക്കാത്തത് നിനക്ക് വേണ്ടി സംഭവിക്കും. സയൻസ് എന്തു പറഞ്ഞാലും ഈ വടി ദൈവം തിരഞ്ഞെടുത്തവൻ്റേതാണെങ്കിൽ അത് പൂത്തിരിക്കും,
അത് കായ്ച്ചിരിക്കും, അത് തളിർത്തിരിക്കും, അത്ഭുതം നടന്നിരിക്കും. നാട്ടുകാർ പറയുന്നതും ഡോക്ടർ പറയുന്നതും സ്കാനിങ് റിപ്പോർട്ട് പറയുന്നതും എക്സ്റേ റിപ്പോർട്ട് പറയുന്നതും കൊണ്ട് പൊക്കി നടക്കല്ലേ. നീ അതൊക്കെ മാറ്റിവെച്ചിട്ട് ദൈവം പറയുന്നത് വിളിച്ചു പറ. എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ചരിത്രം എനിക്ക് വേണ്ടി ദൈവം തിരുത്തും. ചരിത്രം എനിക്ക് വേണ്ടി ദൈവം മാറ്റും. വിശ്വസിക്കുന്നവർ ചേർന്ന് ദൈവസന്നിധിയിൽ ഒരു മിനിറ്റ് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു, ഞാൻ ദൈവപ്രവൃത്തിയിൽ വിശ്വസിക്കുന്നു. ഇന്നും ഞാൻ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളെ അനുഭവിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഉറക്കെ പറയുന്നു, എൻ്റെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. മരത്തിൽ നിന്ന് ബന്ധം വിട്ടുപോയി അനേക കാലങ്ങളായി ഉണങ്ങി, ഇനി ഒരിക്കലും ഇതിൽ പ്രതീക്ഷയില്ലെന്ന് ലോകം മുഴുവൻ വെതി എഴുതിയ ഒരു വടിയെ ദൈവം തമ്പുരാൻ തളിർപ്പിച്ചെങ്കില്, പൂത്തെങ്കില്, കായ്ച്ചെങ്കില്, ഒരു സീസണ് വേണ്ടി ഇനിയും നീ കാത്തിരിക്കരുത്. ഇപ്പോൾ നിന്റെ സമയമാണ്. ഈ പകൽ വചനം മനസ്സിലാകുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. മത്തായി ചോദിച്ചാൽ ഇവിടെ ഒരു സാക്ഷി പറഞ്ഞു. പരിശുദ്ധാത്മാവ് അപ്പോൾ വീണ്ടും എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു, ഇനിയൊരു സീസണിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്, ഇനിയൊരു സീസണിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഇത് ദൈവത്തിൻ്റെ സമയമാണ്. നാം സ്റ്റെപ്പ് വെക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കാൻ പോകുകയാണ്. ദൈവം സ്ഥിതി മാറ്റാൻ പോകുകയാണ്. തള്ളിക്കളഞ്ഞതിനെ ദൈവം ഉപയോഗിക്കാൻ പോകുകയാണ്. എല്ലാവരും അവഗണിച്ചതിനെ ദൈവം എടുത്ത് ഉപയോഗിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരൊന്ന് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. ദൈവത്തിൻ്റെ പൈതലേ, ഈ പട്ടണത്തെക്കുറിച്ച് ആർക്കും പ്രതീക്ഷയില്ല. അവർ ചോദിക്കുകയാണ്, ഈ പട്ടണത്തിൽ നിന്ന് നന്മ വരുമോന്ന്. അവരും നന്മയില്ലെന്ന് പറയുന്ന പട്ടണത്തിൻ്റെ അകത്താണ് ലോകത്തിൻ്റെ നന്മ വെളിപ്പെട്ടതെങ്കിൽ ഇന്നലെ വരെ പറഞ്ഞ ഡയലോഗൊക്കെ മാറാൻ പോവുക. ദൈവം സ്ഥിതി മാറ്റാൻ പോവുക. വിശ്വസിക്കുന്നവരൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ, ശക്തിയോടെ സ്തോത്രം ചെയ്താട്ടെ. നാം ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നാളെ നെതർലൻഡ്സിലേക്ക് പ്രിയ കർത്തൃദാസിനും കടന്നു പോവുകയാണ്. അവർ നമ്മോട് കൂടെയുണ്ട്. നമ്മളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് 3 മാസത്തേക്ക് നമ്മൾ വിടുന്നു. വേഗം അവർ മടങ്ങി വന്ന് നമ്മളോടുകൂടെ ദൈവത്തെ ആരാധിക്കും. നമ്മളെ അനുഗ്രഹിച്ച് അവരിന്ന് കടന്നു പോകും. ദൈവസന്നിധിയിലെ പ്രിയ റിച്ചാർഡ്സൺ അങ്കിള് ഈ വചനത്തിൻ്റെ മുൻപിൽ കർത്തൃദാസനെ ഇന്ന് കടന്നു വന്ന അതിഥികളെ ദൈവമക്കളെയൊക്കെ സമർപ്പിച്ച് ഒരു സീസണിന് വേണ്ടിയൊന്നും വെയിറ്റ് ചെയ്യേണ്ട. പ്രതീക്ഷ നഷ്ടപ്പെട്ട ഇടത്ത് പ്രതീക്ഷ നൽകുന്ന, പ്രവർത്തിക്കാൻ കഴിവുള്ള, എൻ്റെ ചരിത്രം എഴുതുന്നത് മനുഷ്യനല്ല, എൻ്റെ ചരിത്രം എഴുതുന്നത് ദൈവമാണ്. ഞാൻ ഇപ്പം പെട്ടെന്ന് നോക്കിയപ്പോൾ അമൃതയെ കണ്ടതുകൊണ്ട് ഞാൻ അമൃതയുടെ ഒരു കാര്യം പറയാം. അമൃത സാക്ഷി പറയുമെന്ന് ഞാൻ 2-3 ആഴ്ചയായിട്ട് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമൃത ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അവൾക്ക് ജോലി ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രതിസന്ധി, വളരെ മാനസിക സംഘർഷം കുടുംബമായി അവർ അനുഭവിച്ചു. ഒരു കർത്തൃദാസൻ എന്നുള്ള നിലയിൽ എന്നോട് വന്ന് അവർ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ച തീരുമാനമെടുക്കണമെന്ന് അവരോട് ആവശ്യപ്പെട്ടു. ജോലി റിസൈൻ ചെയ്യാൻ ലെറ്റർ കൊടുത്തതാണ് അമൃത. പക്ഷെ ദൈവം അമൃതയ്ക്ക് വേണ്ടി ആ ഹോസ്പിറ്റലിൽ അത്ഭുതകരമായി പ്രവർത്തിച്ചു. ആ ഹോസ്പിറ്റലിൻ്റെ കെയർ ഓഫിൽ ഒരു കമ്പനിയിൽ, ആ കമ്പനിയിലെ അത്യാവശ്യ ഘട്ടങ്ങളിൽ സഹായിക്കേണ്ടതിന് ഒരു നേഴ്സിനെ അപ്പോയിൻമെൻ്റ് ചെയ്യുന്നുണ്ട്. അവിടേക്ക് അമൃതയെ ഷിഫ്റ്റ് ചെയ്തു. അമൃതയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞായറാഴ്ച ആരാധനയിൽ പങ്കെടുക്കാൻ പലപ്പോഴും കഴിയുന്നില്ല. ദൈവം ഇപ്പോൾ കൃപയാൽ ശനിയാഴ്ചയും ഞായറാഴ്ചയും അവധി കൊടുത്തിരിക്കുകയാണ്. ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയുമ്പോൾ ഞാൻ ഈ ദൈവത്തെ വിശ്വസിക്കുന്നു, ഞാൻ ഈ ദൈവത്തെ പ്രസംഗിക്കുന്നു, ഞാൻ അതിൽ അഭിമാനിക്കുന്നു. കർത്താവിൻ്റെ ദാസനൊക്കെ എത്രയോ ദീർഘവർഷങ്ങൾക്ക് മുൻപ് കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയ്ക്ക് ഇറങ്ങി ഇത് പ്രസംഗിക്കുന്നു. നാളെ ശ്വാസം മുട്ടലുണ്ടായാലും ശരീരം ക്ഷയിച്ചാലും പറയാൻ വാക്കുകളുണ്ടെങ്കിൽ ഈ ദൈവപ്രവൃത്തിയെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. പ്രതീക്ഷ നഷ്ടപ്പെട്ട നിനക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ദൈവം ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട്. സ്ഥിതി മാറ്റുന്ന ദൈവം, ചരിത്രം തിരുത്തുന്ന ദൈവം. വിശ്വസിക്കുന്നവർ ഒരു മിനിറ്റ് ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ട്. കർത്താവിൻ്റെ ദാസൻ ഇപ്പോൾ പ്രാർത്ഥിക്കും.